ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നമ്മുടെ ഹാർഡ് കോർ വേൾഡിൽ ഒരു വിൻമിൽ പണിയാൻ പോണെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് പണി തുടങ്ങാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന പാക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. പിന്നെ ഈ ഒരു പാക്കിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഈ പാക്കിന്റെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോയുടെ കറങ്ങിയ നേരത്തെ ഒരു പിങ്ക് ഷീപ്പിനോടെ സ്പോണായിട്ട് കണ്ടിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലായിട്ടാണ്. നമ്മുടെ വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. എന്ന് വെച്ചാൽ അധികം കടലിന് അങ്ങോട്ടേക്കും അല്ല. നമുക്ക് ആദ്യം ഔട്ട്ലൈൻ ഇടാം. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ വരട്ടെ. ഈ ഒരു രീതിയിലുണ്ട് 1 2 3 4 5. അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് 1 2 3 4 5. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുതിരയെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ കുതിരക്ക് വേണ്ടി ഒരു സാഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഹോഴ്സ് വാങ്ങല്ലോ. നമ്മൾ ബിൽഡ് ചെയ്യാൻ നേരത്തെ നമുക്കൊരു കുതിരനെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് നമുക്ക് ആ കിട്ടിയ കുതിര. നല്ല വെള്ള കളർ കുതിര ഇട്ടുണ്ട്. ഇനി നമുക്ക് സാഡൽ ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ട് ഗൈസ്. നമ്മളെ ഓർഡറിലും സ്പീഡ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അതൊരു ഉപകാരമായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിനും മാച്ച് ആയിട്ടുണ്ട് ഈ കുതിര. നമുക്ക് എന്തായാലും തൽക്കാലം ഇതിനടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഇടാം. നമുക്കിങ്ങനെ കെട്ടിയിടാം ഗൈസ്. ബാക്കിൽ കൊണ്ടുപോയി കെട്ടിയിടാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വീടിന്റെ ഈ ബാക്ക് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായത്. ഇതൊരു ഷെഡ് പോലെ ആക്കിയിട്ട് ഇവിടെ ഒരു ഫുഡ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡിനൊരു പ്രോപ്പർ സപ്ലൈ ഇല്ല. നമുക്ക് എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ ഒരു ഫാം ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ്. നമ്മൾ ഇവിടെ ഒരു വുഡിന് റൂഫ് പോലത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ മുകളിലേക്ക് ഒരു 3 ബ്ലോക്ക് എക്സ്റ്റെൻഡും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിൻഡ് മില്ലിന്റെ ഫാൻ സംഭവം വരാൻ പോണത് അവിടെ ഞാൻ പോയിന്റിയുടെ ഭാഗത്തേക്കായിരിക്കും. നമുക്കിനി ബാക്കി ബിൽഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വിൻഡ്മില്ലിന്റെ ബേസിക് ഒരു ബിൽഡ് വന്നത്. ഇനി നമുക്ക് ബാക്കി കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യാനുണ്ട്. നമുക്ക് അതും കൂടി ചെയ്യാം. നമ്മുടെ വിൻമില്ലിന്റെ പരിപാടി പണി ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിൻമില്ലിന്റെ ഫാനും കൂടി നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ലീവ്സും കുറച്ച് ഡീറ്റെയിലും കൂടി വരുത്തണം. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആവണതാണ്. നമുക്ക് അതും കൂടി ചെയ്യാം ഗൈസ്. ഏകദേശം 55ഓളം വൂൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷിയർ ഉണ്ടാക്കി എല്ലാ ഷീപ്പിനെയും ട്രിമ്മ് ചെയ്ത് ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് ഗൈസ്.
നമുക്ക് ടോട്ടൽ 58 ആയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ഫാൻ വന്നത്. നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു ട്രാപ്പ് ഡോർ വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫാനിന്റെ പണി തുടങ്ങാം. ഫസ്റ്റ് ഒരു ബ്ലോക്ക് താഴത്തേക്ക് പോവുക. ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ 1 പിന്നെ ഇതെല്ലാം പൊടിച്ചു പറ്റാം ഗൈസ്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫാനിന്റെ പണി ഏകദേശം ഒന്ന് തീരുമാനം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് കാണിച്ചത്. പിന്നെ ഈ ഒരു നമ്പർ ഈ എൻ്റെ ക്രോസ് ഹെയറിന് താഴെ എഴുതി കാണിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പുതിയൊരു പാക്കാണ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഇത് കാണിക്കും ഗൈസ്. 5 ബ്ലോക്കും കൂടി എനിക്ക് ഈ പിക്കാക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇനി ഒരു തീരുമാനവും. അത് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ടും ഈ സംഭവം കാണിക്കുന്നുണ്ട് എല്ലാ ടൂൾസിൻ്റെ. അത് വിട്. ഇങ്ങനെയാണ് നമ്മുടെ ഫാൻ വന്നത്. നമുക്കിനി ഈ ഒരു ഫെൻസ് വെക്കാനുണ്ട്. നമുക്ക് അതും കൂടി വെക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവത്തിന് പണി ഒരുവിധം തീർന്നിരിക്കുകയാണ്. വിൻഡ് മില്ലിന്റെ കണ്ടില്ലേ, നമ്മള് മാക്സിമം നമ്മള് സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബേസിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബേസിന്റെ ഒരു അത്ര ഡീറ്റെയിലിങ് ഇതിൽ വന്നിട്ടില്ല. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഇന്റീരിയർ പണിയും കൂടി ചെയ്യാനുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഇതിന്റെ ചുറ്റിനായിട്ട് നമ്മളൊരു വലിയൊരു ഗ്രോ ഫാം പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യണ. കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്രയും സീഡ്സ് ഒന്നും നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് സാവധാനം ഒപ്പിച്ച് നടന്നായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.